Hi dears, welcome to Tasty Tour. In the Tasty Tour, I am going to show you a very Mathi recipe. This is my special. This is my tasty. So, we will ingredients. Now, I will taste. അപ്പോൾ ഈ ഒരു മത്തി ഞാൻ 5 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 പീസ് മത്തി നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം നടുവിലൊന്ന് വരഞ്ഞു കൊടുത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 4-5 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വറ്റിച്ചതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് പച്ചമുളകും കൂടിയാണ്. അപ്പോൾ ഈ ഒരു എരിവിന് അനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ചെറിയ പീസായി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകും പിന്നെ ഒരു ഉണക്കമുളക് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ്. നമ്മളിതിൽ ഉള്ളി ചേർക്കണില്ല. അപ്പോൾ തക്കാളി ഞാൻ ഇതിലേക്ക് ഒരു 3 തക്കാളി നല്ല പഴുത്ത 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മീൻ എടുക്കുന്നതിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളി വെള്ളത്തിൽ ഇട്ടച്ചതാണത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. പുളിയൊക്കെ കുറച്ച് കൂടുതൽ എടുക്കായിരിക്കും ഈ ഒരു വറ്റിച്ചതിന് നല്ലത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വറ്റിച്ചത് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മത്തി വറ്റിച്ചത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ ചെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ കറിയിൽ വെള്ളമൊന്നും ചേർക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു 2 ദിവസം വരെ കേടുവരാതിരിക്കും. അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കടുകും ഉണക്കമുളകും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുകൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. നീളത്തിൽ അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു വറ്റിച്ചതിൽ പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. കാരണം നമ്മളിതിലേക്ക് ചേർക്കുന്ന മുളക് പൊടി വളരെ കുറച്ച് ചേർക്കണുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതൊരു കളറിന് മാത്രമാണ്. അപ്പോൾ പച്ചമുളക് കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വാടി വന്നതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് നമ്മൾ തക്കാളി മാത്രമാണ് ചേർക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കണില്ല. അപ്പോൾ തക്കാളി കുറച്ച് കൂടുതൽ എടുക്കായിരിക്കും നല്ലത്. അപ്പോൾ തക്കാളി നല്ല ഒന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നത്. പുളിൻ്റെ വെള്ളം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി. ഇപ്പോൾ ഞാൻ തക്കാളി നല്ലവണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനവൻ്റെ പുളിക്കനുസരിച്ചുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ നല്ലവണ്ണം വറ്റി വരണം. അപ്പോൾ നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പൊടി ചേർത്തുകൊണ്ട് ഇതിൽ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും വിചാരിക്കരുത്. നമ്മളിത് പുളിയിൽ കടന്ന് നല്ലവണ്ണം ഒന്നും കൂടി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ അതുവരെ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം.
ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മീൻ വേവാത്തിൻ്റെ മുന്നെയാണ് നമുക്കിത് നല്ലവണ്ണം ഈസി ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലവണ്ണം മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ മൺചട്ടിയിലാണ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ തീ ഒരിക്കലും കൂട്ടി കൊടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം കൂടുതലെടുത്ത് ചെയ്യുക. അപ്പോഴായിരിക്കും നമ്മൾ ഈ മത്തി വറ്റിച്ചതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മളെ ഫിഷ് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 2 ക്ലോത്ത് വെച്ച് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ നല്ലവണ്ണം മത്തിയിൽ നിന്ന് നെയ്യും അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലായ മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും മത്തി മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.